Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അഥവാ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസിൻ്റെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനുമാണ്. അപ്പോൾ പുതിയ 1-2 അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി നമ്മൾ ചേർത്തിട്ടാണ് ഇന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസിൻ്റെ 3rd സെമസ്റ്ററിലെ അക്കൗണ്ടൻസി 3ക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസ് ഹയർ സെക്കൻഡറിയുടെ +2 അക്കൗണ്ടൻസിക്കും മറ്റു BCom BBA തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്കും പൊതുവെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന അക്കൗണ്ടൻസി പേപ്പറുകളിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അഥവാ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് കാണാറുണ്ട്. അപ്പോൾ അത്തരം സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഇല്ലുസ്ട്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ഫൈനലി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് ഗിവൺ ക്വസ്റ്റ്യൻ. ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് കൊടൈക്കനാൽ സ്പോർട്സ് ക്ലബ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2017 ഈസ് ഗിവൺ ബിലോ. 2017 കൊടൈക്കനാൽ സ്പോർട്സ് ക്ലബിൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് നിലവിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ബാലൻസ് ബ്രോ ഡൗൺ 6,000. അവിടെ ശ്രദ്ധിച്ചോളാം, ദാറ്റ് ഈസ് ഓപ്പണിംഗ് ക്യാഷ് ആണ്. സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ആണ് 2016, 2017, 2018. കറൻറ്റ് ഇയർ ഉണ്ട്, പ്രീവിയസ് ഇയർ ഉണ്ട്, സക്സീഡിങ് ഇയറിലെയും സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഉണ്ട്. ഇത് അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഈ 3 ഐറ്റത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നു. ദെൻ പ്രോഫിറ്റ് ഫ്രം ക്യാൻറ്റീൻ ഇൻകം ആയിട്ട് വരുന്ന ഐറ്റാണ്. മിസലേനിയസ് ഇൻകം വരുന്ന ഐറ്റാണ്. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻകം സൈഡിൽ വരുന്ന ഐറ്റാണ്. ഡിവിഡൻസ് ഇൻകം ആയിട്ട് വരുന്ന ഐറ്റാണ്. ദെൻ പേയ്മെൻറ്റ് നോക്കുക. സാലറീസ് 12,450, അതും എന്താണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ വരുന്ന ഐറ്റാണ്. സ്റ്റേഷനറി എക്സ്പെൻഡിച്ചർ, ടാക്സസ് എക്സ്പെൻഡിച്ചർ, ടെലിഫോൺ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റാണ്. അഡ്വർടൈസ്മെൻറ്റ്, പോസ്റ്റേജ്, സൺട്രീസ് ഇതെല്ലാം എക്സ്പെൻഡിച്ചർ സൈഡിൽ വരുന്ന ഐറ്റാണ്. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരുന്ന ഐറ്റാണ്. ഇത്ര ഇൻഫർമേഷൻ തന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ചില അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ an income and expenditure account and a balance sheet after making the following adjustment. Number 1, there are 450 members each paying an annual subscription of ₹30. 450 മെമ്പർമാരുണ്ട്. ഒരാൾ 30 രൂപ അടയ്ക്കണം. 450 × 30 വെച്ചിട്ട് 13,500 രൂപ എന്ത് വരുന്നുണ്ട്, ഈ ഒരു എമൗണ്ടിലോട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ട് കാൽക്കുലേഷൻ നോക്കുക. ഓക്കെ. ദെൻ സ്റ്റോക്ക് of stationery on 31st December 2016 was 300 and 31st December 2017 was 540. ഇത് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ്. നമ്മൾ സ്റ്റോക്ക് ഓഫ് മെഷീനറി അഥവാ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അഥവാ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം കാൽക്കുലേഷൻ പഠിച്ചിരുന്നു. മെറ്റീരിയൽസ്, ഓപ്പണിംഗ് മെറ്റീരിയൽസ് ലെസ് ക്ലോസിംഗ് മെറ്റീരിയൽ എന്നുള്ള കൺസെപ്റ്റാണ്. ആ ക്ലോസിംഗ് മെറ്റീരിയൽ ഉള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അഥവാ കൺസേൺഡ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള രൂപത്തിൽ കാണിക്കണം എന്നുള്ളതാണ്. ദെൻ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഈസ് ₹60,000. ബിൽഡിങ്ങിൻ്റെ വാല്യൂ 60,000 ഉണ്ട്. 60,000 ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ വരുന്നതായിട്ടാണ്. അതിൻ്റെ തന്നെ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് 2%. 60,000ൻ്റെ 2% ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അതേ ഡിപ്രീസിയേഷൻ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുകയും വേണം. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വായിച്ച് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും എങ്ങനെയാണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റിനെയും ബാധിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. സോ വി ആർ trying to solve the problem.
ഓക്കെ, നമ്മളിതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31st December 2017. അപ്പോൾ നമ്മൾ ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുന്നതിനാണ്. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഇൻകം ആസ് എ നോമിനൽ അക്കൗണ്ട് നമ്മളിത് എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചറും ഇൻകം കൃത്യമായിട്ട് എഴുതുന്നു. ദെൻ എക്സ്പെൻഡിച്ചേഴ്സ് റെക്കോർഡ് ചെയ്യുന്നു. സാലറീസ് 12,450, സ്റ്റേഷനറീസ് 2,400. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് നോക്കി വെച്ചതാണ്. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്തിട്ടും 2,160. ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ 540 എന്ത് ചെയ്യണം? നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. ടാക്സസ് 3,600, ടെലിഫോൺ 600, അഡ്വർടൈസ്മെൻറ്റ് 1,050, പോസ്റ്റേജ് 1,000, സൺറൈസ് 3,500, ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ബിൽഡിംഗ് 60,000 2% 1,200. ഇത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളതായിട്ടാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഇഫക്റ്റ് ഉണ്ടായിരിക്കും. ഒന്ന് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലും, മറ്റൊന്ന് ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ നിന്ന്, കൺസേൺഡ് അസറ്റിൽ നിന്ന് കുറച്ചും കാണിക്കണം എന്നുള്ളതാണ്. കം ടു ഇൻകം. സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് 12,660. ആഡ് ഔട്ട്സ്റ്റാൻഡിങ്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 840. അതെങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്? നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻറ്റു ആനുവൽ സബ്സ്ക്രിപ്ഷൻ എത്രയാണ് എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13,500 കിട്ടും. അതിൽ റിസീവ്ഡ് 12,660. ബാക്കിയുള്ളത് എന്താണ്? ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. പ്രോഫിറ്റ് ഫ്രം ക്യാൻറ്റീൻ 9,000, മിസലേനിയസ് ഇൻകം 450, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ 1,120, ഡിവിഡൻസ് 4,850. ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുക. കൂടുതലുള്ള ക്രെഡിറ്റ് സൈഡാണ് 28,920. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പെൻഡിച്ചർ സൈഡ് ലെസ് ചെയ്ത് കാണിക്കുക. എക്സ്പെൻഡിച്ചർ സൈഡ് ലെസ് ചെയ്ത് കാണിക്കുമ്പോൾ ആ ഡിഫറൻസ് ആയിരിക്കും എന്ത്? ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻഡിച്ചർ സൈഡ് കുറവുമ്പോൾ ഡിഫറൻസ് ആയിരിക്കും എന്ത്? സർപ്ലസ് എന്ന് പറയുന്നത്. സപ്പോസ് എക്സ്പെൻഡിച്ചർ സൈഡ് കൂടുതലും ഇൻകം സൈഡ് കുറവുമാണെങ്കിൽ ഡെഫിസിറ്റും സംഭവിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, എക്സ്പെൻഡിച്ചർ സൈഡ് കുറവും ഇൻകം സൈഡ് കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് സർപ്ലസ് 3,360 രൂപ ഉണ്ട്. ദെൻ എന്ത് ചെയ്യുക? അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ദെൻ വി കം ടു നെക്സ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് അടുത്ത് ഇതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തരാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അസർട്ടൈൻ ക്യാപിറ്റൽ ഫണ്ട് ബൈ പ്രിപ്പയറിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് രണ്ടാമത് പ്രിപ്പയർ ചെയ്യുക. മൂന്നാമത് എന്ത് ചെയ്യുക? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക. ലെറ്റ് us do the opening balance sheet. Balance sheet as at 1st January 2017. It is opening balance sheet. As the format, keeping liabilities, assets, rupees, asset side, cash 6,000, that is from the receipt and payment account, balance brought down. Stationery, given the question, 300. Building 60,000. Outstanding subscription 240. Question തന്നിട്ടുള്ളതാണ്. Total 65,540. ക്യാപിറ്റൽ ഫണ്ട് ബാലൻസിങ് ലാബിലിറ്റീസ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അത് തന്നെയാണ് എന്ത്? ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ബാലൻസ് പറയുന്നത് 66,540. ആൻഡ് ടാലിയിങ് ദി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആൻഡ് ഗോ ടു ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. Balance sheet as at 31st December 2017. Closing. Liabilities, assets, capital fund 66,540 plus surplus from income and expenditure account. Total 69,900. Advance subscription. Question തന്നിട്ടുള്ളതാണ് advance subscription. അതെന്താണ്? നമ്മുടെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റിയാണ്. ക്ലോസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം 2017 അവസാനം കിട്ടുന്നതാണ്. അപ്പോൾ 2018 കിട്ടുന്ന സബ്സ്ക്രിപ്ഷനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റിയാണ് 480 rupees. Cash in hand 2,700. That is closing balance of receipt and payment account. Balance carry down എന്നുള്ള receipt and payment accountൻ്റെ 2,700. Stationery 540. Building 60,000 less depreciation 1,000
200, 58,800 net amount, investment 7,500, outstanding subscription 840, grand total 1,54,520. ഇത്രയാണ് ഇന്നത്തെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കൃത്യമായി കഴിഞ്ഞ വീഡിയോകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു വീഡിയോസ് എല്ലാം കാണുക, കൃത്യമായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.